ഞാൻ ഇന്ന് കബേർഡൊക്കെ റീഅറേഞ്ച് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പം കുറച്ച് കച്ച് വർക്ക് കളക്ഷൻസ്, എൻ്റെ കച്ച് വർക്ക് കളക്ഷൻസ് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം ഞാൻ ഓർത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാം എൻ്റെ കളക്ഷൻസ് ഒക്കെയെന്ന്. ഇതെൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് സാരി എന്ന് പറയാം. കച്ച് വർക്ക് ചെയ്തിരിക്കുന്നതിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഒന്നുമില്ല, 2-3 കളക്ഷൻസേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണ് എവിടേക്കാണ് വന്നേക്കുന്നത് എന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കച്ച് വർക്ക് ചെയ്യാൻ ഒത്തിരി സമയമെടുക്കും. പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു എലഗൻറ്റ് ലുക്ക്, കച്ച് വർക്കിൻ്റെ ഒരു വർക്കിൻ്റെ ഭംഗി വേറൊരു വർക്കിനും ഇല്ലയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല. അത്രയ്ക്ക് ഭംഗി അത് ചെയ്ത് കഴിയുമ്പോൾ. അതിൻ്റെ ഡിസൈൻസും ഒരു പ്രത്യേക ഡിസൈൻസാണ്. ഇപ്പോൾ ഇത് സാരിയിലായാലും ചുരിദാറിലായാലും വർക്ക് ചെയ്ത് അതൊരു അതിൻ്റെ ഒരു പ്രത്യേക ഗമയുണ്ട് കച്ച് വർക്കിന്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യണേ, എവിടെയൊക്കെയാണ് ചെയ്തേക്കുന്നത് എന്നൊക്കെയൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി ഒരു ലൈറ്റ് ബ്ലൂ കളർ സാരിയാണ്. അതിൻ്റെ അകത്തൊരു ലൈറ്റ് പിങ്ക് കോമ്പിനേഷനാണ്. ഇതാണ് സാരിയുടെ മുന്താണി വരുന്നത്. മുന്താണിയുടെ ഒരു കോർണറിൽ നല്ല കച്ച് വർക്കിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. നല്ലതായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കച്ച് വർക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ. പിന്നെ അതിൻ്റെ നടുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഷാഡോ വർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഔട്ട്ലൈൻ ആയിട്ട് സ്റ്റെം സ്റ്റിച്ചുമാണ് തയ്ച്ചിരിക്കുന്നത്. ഇതെല്ലാം തയ്ച്ചിരിക്കുന്നത് 2 strands യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചസ് വെച്ച് നോക്കുമ്പം ഇതിന് ഈ കച്ച് വർക്ക് എന്ന് പറഞ്ഞ സ്റ്റിച്ചിന് ബാക്ക് ഒട്ടും വൃത്തികേടാവത്തില്ല. ബാക്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ത്രെഡ് വരുന്നേ ഇല്ല. അപ്പോൾ ഇത് 4 കട്ടയുള്ള കച്ച് വർക്കാണ്. അത് ചെയ്യുമ്പം ആകെ പൊട്ടു പോലത്തെ കുറച്ച് ത്രെഡ്സേ കാണുള്ളൂ. പിന്നെ കെട്ടിടുന്നതേ ഉള്ളൂ, വേറെ ഒന്നും അതിൻ്റെ അകത്ത്. ബാക്ക് സൈഡ് എപ്പോഴും നീറ്റായിട്ടായിരിക്കത്തുള്ളൂ കച്ച് വർക്കിൻ്റെ. ഇപ്പോൾ ഇത്രയും വർക്ക് ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്കിൽ കാണാൻ ഒന്നുമേ ഇല്ല. ഒരു പൊട്ടി നൂല് മാത്രമേ കാണുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ വർക്കിൻ്റെ. ബാക്കി ഇപ്പോൾ നമ്മൾ ബ്രൂഡിയൻ നോട്ടോ അല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കും ഫ്രണ്ട് പോലെ തന്നെ ബാക്കിലും ഒത്തിരി ത്രെഡ്, പ്രത്യേകിച്ച് 6 strands കൂടെ തയ്ക്കുന്ന കാരണം അതിൻ്റെ അകത്ത് ബാക്കിലും അതുപോലെ തന്നെ ത്രെഡിൻ്റെ ആ ഒരു ഇതുണ്ടാകും. കെട്ടാണെങ്കിലും തടിച്ചിരിക്കും. അങ്ങനെ ഇതിപ്പോൾ ഇതിൻ്റെ ബാക്കിൻ്റെ ആ ഒരു ഇതിൽ ഒട്ടും വൃത്തികേടാവില്ല. ബാക്ക് സൈഡ് ഒട്ടും വൃത്തികേടാവില്ല. പിന്നെ ഇതിൻ്റെ മുന്താണിയുടെ ഒരു എഡ്ജിൽ മാത്രമേ ഈ ഡിസൈൻ കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഇതിൽ ഫുള്ളും ഈ കട്ടകൾ മാത്രം ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് തയ്ച്ചിരിക്കുകയാണ്. ഇത്രയും ഈ ഒരു ലെവൽ വരെ ഉണ്ട് നമ്മുടെ ഇങ്ങനെ ഈ 4 കട്ടകൾ സ്കാറ്റർ ചെയ്ത് തയ്ച്ചിരിക്കുന്നത്. ഇത്രയും ഭാഗം, മുന്താണിയുടെ ഇത്രയും ഭാഗമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലോട്ടൊക്കെ പോകുമ്പം നമ്മുടെ ഒരു സൈഡിൽ ഒരു ബോർഡറിൻ്റെ നമ്മൾ ഞെറിഞ്ഞിടുമ്പോൾ ബോർഡറിൽ ഇങ്ങനെയായിട്ട് 3 ലെയറായിട്ട് ഈ 3 ലെയറായിട്ട് ഇങ്ങനെ തയ്ച്ചിരിക്കുകയാണ് ഈ കുഞ്ഞു കട്ട. അത് ഒരു സൈഡിൽ നമ്മൾ കാണുന്ന സൈഡിലാണ് ഈ 3 ലെയറായിട്ട് വരുന്നത്. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കാണുന്നില്ലല്ലോ, ഇവിടെ ഒരു ഇച്ചിരി ഭാഗമല്ലേ കാണുന്നുള്ളൂ. ആ ഒരു ഇത്തിരി ഭാഗത്തിൽ അങ്ങനത്തെ ആ ഒരു സൈഡിൽ അതർ പോർഷൻ ഓഫ് ദി ബോർഡറിൽ ഇങ്ങനെയാണ് വരുന്നത്. ഒരു കട്ട വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുമ്പം നമുക്ക് കാണാം ഒരു കട്ട മാത്രമേ കാണുള്ളൂ ഈ സൈഡിൽ. അപ്പുറത്തെ സൈഡിൽ ഒരു കട്ടയുടെ 3 ലെയർ ഉണ്ടാകും. അങ്ങനെയാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാരി ഫുള്ളും ഈ ബോർഡറിൽ, ഈ ഉള്ളിൽ പോകുന്ന ബോർഡറിൽ ഒരു കട്ട വെച്ചിട്ട് ഫുൾ ലെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ കാണുന്ന ഭാഗത്ത് 3 ലെയറായിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ സാരി ഫുള്ളും. അപ്പം ഇതിൻ്റെ ഒത്തിരി എടുത്ത് നിൽക്കത്തില്ല, കോൺട്രാസ്റ്റ് കളേഴ്സ് ഒന്നും അല്ല. ബ്ലൂവിൽ ലൈറ്റ് ഷെയ്ഡ് പിങ്ക് ആയതുകൊണ്ട് ഒത്തിരി തെറിച്ച് നിൽക്കില്ല, പക്ഷെ ഒരു നല്ല ലുക്കുണ്ട്. അങ്ങനെയാണ് സാരി വരുന്നത്. നമുക്കൊന്ന് ഉടുത്ത് കാണാം. ഈ സാരി ഉടുത്ത എങ്ങനെ ഇരിക്കും എന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ സാരി ഉടുത്ത എങ്ങനെയാണ് വരുന്നത്? ആദ്യത്തെ ഞെറിഞ്ഞ് വെക്കുമ്പോൾ ആദ്യത്തെ പ്ലീറ്റ്സിൽ ഫുള്ളും വർക്ക് ഉണ്ടാക്കും. ഈ 3 ലെയറായിട്ട് തയ്ച്ചേക്കുന്ന കാരണം ആദ്യത്തെ പ്ലീറ്റ്സ് നല്ല ഫുള്ളും വർക്കായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ സൈഡിൽ വരുന്ന പോർഷനിൽ ഓരോ ബ്ലോക്സ് ആയിട്ട് ഇങ്ങനെ തയ്യലും ഉണ്ട്. വന്നിട്ട് മുന്താണിയിൽ വന്നിട്ട് നമ്മൾ കാണിച്ചു തരാം. ഇത് ഫുള്ളായിട്ട് വർക്കായി ഇരിക്കുന്നത് കാണാം. മുന്താണിയിൽ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു കോർണർ ഡിസൈൻ ഇങ്ങനെ വരുന്നു. ബാക്കി ഫുള്ളും സ്പ്രെഡായിട്ട് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് തയ്ച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. പിന്നെ ഈ വർക്ക് താഴത്തോട്ട് ഫുള്ളും ഉണ്ട്. നമ്മുടെ താഴത്തെ പ്ലീറ്റ്സിലും എല്ലാം ഈ വർക്ക് വരുന്നതാണ്. ഇതുപോലെ ഫുള്ളും വർക്ക് ഉണ്ട് സാരിയിൽ. ഈ സൈഡിൽ ഇതുപോലെ 3 ലെയറും ഇപ്പോഴത്തെ സൈഡിൽ ഇതുപോലെ ഒരു ലെയറായിട്ട് നമ്മുടെ വയറിൻ്റെ ഇവിടെ ഇങ്ങനെ എടുത്ത് വെക്കുന്ന അവിടം വരെ ഈ വർക്കും വരുന്നുണ്ട്. അപ്പോൾ കാണുന്ന പോർഷനിലൊക്കെ 2 സൈഡിലും 2 ബോർഡറിലും വർക്ക് വരുന്നുണ്ട്. ഒരു സൈഡിൽ 3 ലെയർ ഉള്ളെങ്കിൽ മറ്റേ സൈഡിൽ ഒറ്റ സിംഗിൾ ലെയറായിട്ട് പോകുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ സാരി വരുന്നത്.
ഇനി നമ്മൾ കാണാൻ പോണത് ഒരു ചുരിദാർ ടോപ്പാണ്. അതും എൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് തന്നെ പറയാം. എന്ന് പറഞ്ഞാൽ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്, എൻ്റെ ഫേവറേറ്റ് കളറാണ്. രണ്ട്, അതിൻ്റെ കൂടെ കച്ച് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം പറയണ്ടല്ലോ. അപ്പം ഇതാണ് ടോപ്പ്. ഇത് ടെസർ സിൽക്കിൻ്റെ ടോപ്പാണ്. സ്ലീവ്ലെസ് ആയിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ സ്ലീവിൽ വർക്കൊന്നുമില്ല. ചെസ്റ്റ് പോർഷൻ മുതലാണ് വർക്ക്. ഇങ്ങനത്തെ റൗണ്ട് ഡിസൈൻ ഒരു 9 എണ്ണം തയ്ച്ചിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് വയറിൻ്റെ അവിടം വരെ തയ്യലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് തയ്ച്ചേക്കുന്ന ത്രെഡ് ആങ്കറിൻ്റെ ത്രെഡ് തന്നെയാണ്, സിൽക്ക് ത്രെഡ് ഒന്നും അല്ല, ആങ്കറിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. മൾട്ടി കളർ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു ക്രീമും ബ്രൗണും ഷെയ്ഡോടെ ഉള്ള ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ജൂട്ടിൻ്റെയോ എന്തിൻ്റെങ്കിലും മിക്സ് ആയിട്ടുള്ള ഷോളോ ഇടാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ കളർ ആയതുകൊണ്ട് ജൂട്ടിൻ്റെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കളറാണ് ത്രെഡ്. അപ്പോൾ നമുക്ക് ടെസർ സിൽക്കിൻ്റെ കൂടെ ജൂട്ടിൻ്റെ നോർമൽ ഷോൾ ഇട്ട് അത്ര ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ജൂട്ടിൻ്റെ ഒക്കെ ഷോൾ ഇട്ടാൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. അങ്ങനെ തയ്ച്ചിരിക്കുന്ന ഒരു ടോപ്പാണ്. അപ്പോൾ നമുക്കൊന്ന് ഇട്ട് കാണാം ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ബ്ലാക്ക് ടോപ്പ് ഇട്ടാൽ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഒരു ഡയമണ്ട് ഷേപ്പാണ്, നമുക്ക് കാണാമല്ലോ, ഒരു ഡയമണ്ട് ഷേപ്പാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓരോ മോട്ടീവ്സ് സ്പ്രെഡ് ചെയ്ത രീതി അങ്ങനെയാണ്, ഒരു ഡയമണ്ട് ഷേപ്പ് ഫോം ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ ഉണ്ട്. അപ്പോൾ ഒരു അത്യാവശ്യം നോക്കുമ്പോൾ ഫ്രണ്ട് ഫുള്ളും വർക്ക് ഉണ്ട്, നമുക്ക് കാണാനുണ്ട്. ഇത് എൻ്റെ ഒരു പ്ലെയിൻ ടോപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടുണ്ട് തയ്ച്ച ഓൾറെഡി സ്റ്റിച്ച്ഡ് ചുരിദാറിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഇതൊരു കുഞ്ഞ് മോട്ടീവ് ആയതുകൊണ്ട് നമുക്ക് കുഞ്ഞ് ഫ്രെയിം ഇവിടെ ഇടാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് കച്ച് വർക്ക് ഒക്കെ തയ്ക്കാം. അല്ലാണ്ട് ഈ നെക്ക് ലൈനിലൊന്നും കച്ച് വർക്ക് ഓൾറെഡി സ്റ്റിച്ച്ഡ് മെറ്റീരിയലൊക്കെ തയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ കച്ച് വർക്ക് തയ്ക്കുമ്പോൾ എപ്പോഴും നല്ലോണം വലിഞ്ഞിരിക്കണം, എന്നാലാണ് അത് നീറ്റായിട്ട് വരത്തുള്ളൂ. ബാക്കി ഫ്രഞ്ച് നോട്ട് ആണെങ്കിലും ബൂളിയൻ നോട്ട് ആണെങ്കിലും അത്രയ്ക്ക് വലിഞ്ഞിരുന്നില്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നെക്ക് ലൈനിൽ തയ്ക്കാൻ പറ്റും. ഓൾറെഡി സ്റ്റിച്ച്ഡ് മെറ്റീരിയൽ ആണെങ്കിലും ചുരിദാറിലാണെങ്കിലും നമുക്ക് തയ്ക്കാൻ പറ്റും. പക്ഷെ കച്ച് വർക്ക് അങ്ങനെ തയ്ക്കാൻ പറ്റില്ല. ഫ്രെയിം നല്ലോണം വലിഞ്ഞിരുന്നാലേ തയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഒരു പോർഷനൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഓൾറെഡി സ്റ്റിച്ച്ഡ് ആയതും കുഴപ്പമുണ്ടായിരുന്നില്ല. ഫ്രെയിം നല്ലോണം വലിഞ്ഞിരുന്നായിരുന്നു. ഇതിൻ്റെ അകത്തപ്പം ഞാൻ യൂസ് ചെയ്തേക്കുന്ന മൾട്ടി കളർ അല്ല, ഡബിൾ ഷെയ്ഡ് ത്രെഡാണ്. ഒരു ബ്രൗണും ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡൊക്കെ ആയിട്ട് വരുന്ന ഒരു ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ജൂട്ടിൻ്റെ ഷോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഷോളും കൂടി ഇട്ടൊന്ന് കാണാം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ജൂട്ടിൻ്റെ ഷോളോ അല്ലെങ്കിൽ സിൽക്കിൻ്റെ ഷോളൊക്കെ മേടിച്ചിട്ടിട്ട്, ഇപ്പം ഇതും ഒരു സിൽക്ക് ടോപ്പാണല്ലോ, അപ്പം അതിൻ്റെ അകത്ത് വർക്കും ഉണ്ട്, ഷോളും ഹെവി ഒക്കെ ആവുമ്പം നമുക്കൊരു ഫംഗ്ഷൻ ഇടാൻ പറ്റും. അതെല്ലാം നമുക്ക് കാഷ്വൽ ആയിട്ട് പോണേന് ഷോളൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ അല്ലാണ്ടാണെങ്കിലും ഇട്ടാൽ ഒരു നല്ല ലുക്ക് തന്നെ ഉള്ള ഒരു മെറ്റീരിയൽ ടോപ്പാണിത്. അപ്പം നമുക്ക് അടുത്ത ടോപ്പ് മെറ്റീരിയൽ കണ്ടു നോക്കാം. അപ്പോൾ ഇനി കാണാൻ പോകുന്നത് ഒരു മെറ്റീരിയലാണ്. അത് റോ കോട്ടൺ മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് കച്ച് വർക്ക് ഈ നേരത്തെ കണ്ടുപോലത്തെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡിസൈനാണ് കച്ച് വർക്കിൻ്റെ. അതിൻ്റെ എല്ലാത്തിൻ്റെയും എൻഡിൽ ഒരു മിററും വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് നേരത്തെ കാണിച്ചു വരെ ഫ്രെയിം ഉണ്ടാക്കിയിട്ടുള്ള മിററിൻ്റെ ഫ്രെയിം ആദ്യം വെച്ചിട്ട് മിററിന് ചുറ്റും വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് കച്ച് വർക്കും അതാണ്. ഇതിൻ്റെ അകത്തൊരു സാൻഡിൽ കളർ മെറ്റീരിയലാണ്, റോ കോട്ടൻ്റെ സാൻഡിൽ കളർ എന്ന് പറയാം. നമ്മൾ സന്തൂർ സോപ്പിൻ്റെ ഒക്കെ കളർ അങ്ങനെ പറയാം. ആ ഒരു കളർ മെറ്റീരിയലാണ്. അതിൻ്റെ അകത്തൊരു മെറൂൺ കളർ ത്രെഡിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയാണ് അതിൻ്റെ തയ്യൽ പോയിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ച കഴുത്ത് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു കെട്ട് കൊടുത്തിട്ട് അങ്ങനെ തയ്ക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പം അങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് തയ്യൽ തയ്ക്കാണ്ട് ഇവിടെ തന്നെ നിർത്തിയത്. അപ്പം അത് തയ്ച്ചിട്ടില്ല. അപ്പം നമ്മൾ ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് വരുന്നത്. അപ്പം വെച്ച് നോക്കുമ്പം ഇവിടുന്ന് ഇങ്ങനെ ഇവിടം വരെ ഉണ്ടാവുള്ളൂ. ഇങ്ങോട്ടേക്ക് എനിക്ക് വർക്ക് വേണ്ടാത്തതുകൊണ്ടാണ് ഞാനിത് തയ്ക്കാത്തത്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വന്നിരിക്കുന്നത്. ഇത് തയ്ച്ചിരിക്കുന്നത് ഒരു 3 strands എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ കളം കുറച്ചും കൂടെ വലുത്. അപ്പോൾ ഫില്ല് ചെയ്യാൻ കുറച്ചും കൂടെ 2 strands ഇട്ടാൽ ഫില്ലാവത്തില്ല കളം. അതുകൊണ്ട് 3 strands യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ആങ്കറിൻ്റെ ത്രെഡാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കച്ച് വർക്ക് യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന എൻ്റെ കളക്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പാറ്റേൺ, കച്ച് വർക്കിൻ്റെ പാറ്റേൺ സ്ട്രെയിറ്റ് ലൈൻ ആയാലും 4 കട്ടയുള്ള ബ്ലോക്സ് ആണെങ്കിലും ട്രയാങ്കിൾ ഷേപ്പിലുള്ള
ബ്ലാക്ക് ചുരിദാറിൽ തയ്ച്ച അതായാലും എല്ലാത്തിൻ്റെയും ട്യൂട്ടോറിയൽ ഇതിനു മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിററിൻ്റെ ഫ്രെയിം ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറി നോക്കുക. അപ്പോൾ കച്ച് വർക്ക് പെട്ടെന്ന് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റിച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ നിർത്തി ചെയ്ത് അതോടൊപ്പം കണ്ടുകൊണ്ട് തന്നെ ചെയ്ത് പോവുക, ചെയ്ത് നോക്കുക. എന്നാലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.